നമസ്കാരം, ഞാൻ ജോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഗത്ഭനായ ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ എനിക്ക് പകർന്നു നൽകിയ അറിവിന്റെയും 16 വർഷത്തെ എക്സ്പീരിയൻസും കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നായി 3500-ൽ പരം ആൾക്കാർക്ക് നേരിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ഇപ്പോഴും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു വണ്ടി എടുക്കാൻ അറിയത്തില്ല, വണ്ടിയുടെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, അതുപോലെ എങ്ങനെയാണ് ഒരു വണ്ടി എടുക്കേണ്ടത്, എങ്ങനെയാണ് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കുന്നത് എന്ന് മുതലുള്ള A to Z കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇത്ര ലെങ്തി ആണെന്ന് പറഞ്ഞ് നിങ്ങൾ അത് കട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകാതെ വരും. അപ്പം നിങ്ങളിത് ഈ വീഡിയോ തീരുന്ന മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് വരെ വണ്ടി എടുക്കാത്ത പോലെ നിങ്ങൾ ഇന്ന് വണ്ടി എടുത്തിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളൊരു വണ്ടിയെ കയറുന്നതിന് മുമ്പ് നമ്മൾ ആ വണ്ടിയുടെ ചുറ്റിനും ഒന്ന് പോയി നോക്കുക. 4 വീലുകൾ, 1, 2, അതേപോലെ അങ്ങേ സൈഡിലും 4 വീലുകളൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതിനതിലെ കാറ്റുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക. ഇതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നമ്മളെ വണ്ടിയിലോട്ട് കയറാവൂ. ആ വണ്ടിയിലോട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് പഴയ വണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം, പഴയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ബോണറ്റൊക്കെ തുറന്ന്, പുതിയ വണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിനകത്ത് നോക്കണമെന്ന് കാര്യമില്ല. അപ്പോൾ നമുക്ക് പഴയ വണ്ടിയൊക്കെ ആണെന്നനുസരിച്ച് ബോണറ്റ് തുറക്കാം. അപ്പോൾ ബോണറ്റ് തുറക്കുന്നതിൻ്റെ ഇവിടെയാണ്. ബോണറ്റ് ഇപ്പോൾ തുറന്നു. ഈ ബോണറ്റ് തുറന്നതിന് ശേഷം എന്ത് ചെയ്തു, ഇവിടെയാണ്. ചില വണ്ടിക്കൊക്കെ ഇവിടെ ഉണ്ടാക്കും, നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. അത് ഞാനിപ്പോൾ തുറന്നു. തുറന്നതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടുത്തെ ക്ലിപ്പ് തുറന്നെന്ന് പറഞ്ഞാൽ ഇവിടെ തുറക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ എന്ത് ചെയ്യും, ഈ സെൻട്രലായിട്ട് ഒരു ക്ലിപ്പുണ്ട്, ഇതിങ്ങനെ തട്ടി വിടുക. അപ്പോൾ ഇങ്ങനെ തുറന്ന് വരും. തുറന്നതിന് ശേഷം ചില വണ്ടിക്കൊക്കെ ഈ ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കമ്പി കാണും. അതുപോലെ തന്നെ ചില വണ്ടിക്കൊക്കെ ഇവിടെ ആയിരിക്കും, ചില വണ്ടിക്കൊക്കെ ഈ സൈഡിൽ ഇവിടെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ആ കമ്പി നോക്കുക എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ വണ്ടിയുടെ ഇവിടെയാണ്. ഇവിടുത്തെ എൻ്റെ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാകും. ഹോളിൻ്റെ അകത്തോട്ട് വെക്കുക. ഹോളിനകത്തോട്ട് വെച്ചതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ആദ്യം വെള്ളമൊക്കെ നോക്കുക. അതായത് കൂളൻ്റ് വെള്ളം ഒഴിക്കുന്ന വണ്ടികളുണ്ടാകും, അതുപോലെ തന്നെ തണുത്ത പച്ചവെള്ളങ്ങൾ ഒഴിക്കുന്നതൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഒഴിക്കേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നോക്കണത് നിങ്ങളുടെ വണ്ടിയുടെ എവിടെയാണെന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ്. ഇപ്പോൾ ഇത് ചൂടായി കിടക്കുന്നതാണ്ട് വന്നതാണ്ട് ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ വെള്ളം തിളച്ച് വരുന്നതായിട്ട് കാണും. അപ്പോൾ രാവിലേക്ക് വേണം ഇതൊക്കെ നമ്മൾ നോക്കാൻ. ഓയിൽ നോക്കണം, വെള്ളം നോക്കണം, ഇതല്ല. അപ്പോൾ ഓയിൽ നോക്കേണ്ട എവിടെയാണ് നോക്കുക, ഓയിൽ സ്കെയിൽ നോക്കുന്ന ഇതാണ്, അതിൻ്റെ കേജ് ഇതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കേജ് പൊക്കുക. ഓയിൽ കേജ് പൊക്കിയതിന് ശേഷം എന്ത് ചെയ്തു, നമ്മളിവിടെ ഇപ്പോൾ ഈ ഓടി വന്നാണ്ട് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ഇവിടെ ഇത്രയായിട്ട് ഓയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാവിലേക്ക് വേണം ഈ ഓയിലൊക്കെ നോക്കാൻ. അപ്പോൾ രാവിലെ നോക്കുന്ന സമയത്ത് നമുക്ക് ഓയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 2 ഹോളുകളുണ്ട്. ഈ ഹോളിൻ്റെയൊക്കെ സെൻട്രലായിട്ടും അതിന് സ്വല്പം മേലായിട്ടും വേണം ഓയിൽ നിൽക്കാൻ. ഈ 2 ഹോളിനും ഈ രണ്ടാമത്തെ ഹോളിന് മേപ്പോട്ടായി പോകാനും പാടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് താപ്പോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഓയിൽ കുറഞ്ഞെന്നാണ് അർത്ഥം. അപ്പം നമ്മൾ ഇതിൻ്റെ ഓയിലെടുത്ത് ഇങ്ങനെ തൊട്ട് നോക്കണം, ഇതിന് കട്ടിയുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ കട്ടിയുണ്ടോ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഓയിൽ മാറാൻ സമയമായി എന്നുള്ളതാണ്. കട്ടി കുറവാണെങ്കിലോ ഓയിൽ കുറവാണ്. അപ്പോൾ ഇവിടെ ചെറിയ ലീക്ക്, പഴയ വണ്ടിയൊക്കെ ആകുമ്പോൾ ലീക്കുകളൊക്കെ ഉണ്ടാകത്തുള്ളൂ, ചെറിയ ലീക്കുകളൊക്കെ ഉണ്ടാകാം. അപ്പം ചിലപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന വണ്ടി 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിഞ്ഞ വണ്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പം വണ്ടിയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, പൈപ്പുകളൊക്കെ ആണെന്ന് എന്ത് ചെയ്യും, എലി കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഓയിലൊക്കെ എടുത്ത് നോക്കണം. വണ്ടി പ്രത്യേകിച്ച് ചെക്ക് ചെയ്തേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു. അപ്പം ഓയിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്ത് ഇട്ടു. ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എഞ്ചിൻ്റെ ഏതെങ്കിലും ഭാഗത്ത്, ഒന്നീ സെൻട്രലോ അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ എഞ്ചിൻ ഒഴിച്ചു കൊടുക്കാനുള്ള ഇതുണ്ടായിരിക്കും. അത് അടപ്പ് തുറക്കുക. ചില വണ്ടിയുടെയൊക്കെ മഞ്ഞയായിരിക്കും അതിൻ്റെ അടപ്പിൻ്റെ കളറ്. അപ്പോൾ നിങ്ങൾ നോക്കണത് അത് തുറന്നു അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണ് കുറവുള്ളതെന്നുള്ളത് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, അതിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വൈപ്പറിൻ്റെ വെള്ളം ഒഴിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതുപോലെ അടപ്പ് കാണും, ഇതുപോലെ ജാറ് കാണും. ഇപ്പോൾ ജാറിനകത്ത് നിങ്ങൾ നോക്കണം, ഇതുപോലെ ഇത് വൈപ്പറിൻ്റെ പടം പോലെ ഉണ്ടെന്ന് നോക്കണം. അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം, നമുക്ക് വൈപ്പറിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാവും, നമ്മുടെ വണ്ടിയിലോട്ട് കയറാവും. ഞാനിപ്പോൾ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. നമ്മളിപ്പോൾ ഇതുപോലെ ഡോർ തുറന്നതിന് ശേഷം എന്ത് ചെയ്തു, ഞാൻ വണ്ടിയിലോട്ട് കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നതിന് ശേഷം എന്ത് ചെയ്തു, ബ്രേക്ക് കാല് വെച്ചു. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ABC. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. നമുക്ക് വണ്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആക്സിലേറ്റർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് സ്പീഡ് കൂട്ടാനും എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ആക്സിലേറ്റർ ഉപയോഗിക്കുന്നത്. ക്ലച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് വണ്ടി നിർത്താനും അതുപോലെ തന്നെ വണ്ടി ഗിയർ ചേഞ്ച് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ ഒരു വണ്ടിയിൽ കയറി ഇരുന്നതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ബ്രേക്ക് കാല് വെച്ചു, സ്റ്റിയറിംഗിൽ പിടിച്ചു, സീറ്റ് ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ സീറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സീറ്റിൻ്റെ ആ ഒരു താഴെ ഭാഗത്തായിട്ട് ഒരു കമ്പി കാണും.
ആ കമ്പിയിൽ എന്ത് ചെയ്യണം, ആ കമ്പി മേപ്പോട്ട് പൊക്കിക്കൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതി നിങ്ങൾ നീക്കുക. ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ആയി വരും. അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സീറ്റ് ക്ലിയർ ആക്കി വെക്കും ആദ്യം. അതുപോലെ തന്നെ സീറ്റ് പൊക്കാവുന്നതാണ് ഇവിടെ. അതുപോലെ ഇവിടെ ഇങ്ങനെ താത്ത് കഴിഞ്ഞാൽ താന്നു പോകും. അതുപോലെ തന്നെ ഇങ്ങനെ പൊക്കി മേലോട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് മേലോട്ട് വരും. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ചാര് ഇതുണ്ട്, ഈ ചാര് കിട്ടും. ഇതിങ്ങനെ പൊക്കുക. അപ്പം നമുക്ക് അനുകൂലമായിട്ട് ചാര് കിട്ടും. ഇതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ താക്കോലെടുത്ത്, നമ്മളിവിടെയാണ് താക്കോലിടേണ്ട സ്ഥലം. ഞാനിപ്പോൾ താക്കോലിടാൻ വേണ്ടി പോവാണ്. താക്കോലിട്ടു. താക്കോലിട്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒന്നുമില്ല. അപ്പം മീറ്ററിനകത്ത് ലൈറ്റുകളൊന്നുമില്ല. രണ്ടാമത് ഒന്നുകൂടെ തിരിച്ചു. അപ്പോൾ കുറച്ച് ലൈറ്റുകൾ മീറ്ററിനകത്ത് വന്നു. ഇപ്പം സ്റ്റാർട്ട് ആയിട്ടില്ല. അപ്പോൾ മീറ്ററിനകത്ത് കുറച്ച് ലൈറ്റുകൾ, ഈ പുതിയ വണ്ടിയൊക്കെ അനുസരിച്ച് കുറേ ലൈറ്റുകൾ കാണും. അപ്പോൾ അതിനകത്ത് കുറച്ച് ലൈറ്റുകൾ കെടും. ആ കെട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, സ്റ്റാർട്ട് ചെയ്യാവൂ. അപ്പം ഈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. ഇങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. ആദ്യം ഒന്ന് മീറ്ററിനകത്ത് ലൈറ്റുകളൊക്കെ ഉണ്ടോ നോക്കണം. ലൈറ്റുകളൊക്കെ കെട്ടതിന് ശേഷം മാത്രം, കുറച്ച് ലൈറ്റുകൾ കെടും. അപ്പം വണ്ടി സ്റ്റാർട്ടായതിനു ശേഷം മാത്രമേ ഇതിനകത്ത് ഫുൾ ലൈറ്റുകൾ കിടത്തുള്ളൂ. പിന്നെ നമ്മൾ ആ സ്റ്റാർട്ടായതിനു ശേഷവും അതിനകത്ത് ലൈറ്റുകൾ വല്ലതും കത്തി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നീ സീറ്റ് ബെൽറ്റിന്റെ ആയിരിക്കാം, അല്ലെ ഹാൻഡ് ബ്രേക്കിന്റെ ആയിരിക്കാം. പിന്നെ അതിൽ കൂടുതൽ ഏതെങ്കിലും ലൈറ്റുകൾ കത്തി കിടപ്പുണ്ടെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടായിരിക്കും അത് കാണിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ക്ലച്ച് ചവിട്ടി. ഇതാണ് ക്ലച്ച് ചവിട്ടിയതിന് ശേഷം, ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമ്മൾ ഇവിടെ കൊണ്ട് വിരലും കൊണ്ട് ഒരു കാരണവശാലും ചവിട്ടാൻ പാടില്ല. കാരണം നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല, താഴത്തില്ല. അപ്പോൾ അഥവാ നമ്മൾ താത്താലും നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് തെറിച്ചെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മുക്കാൽ ഭാഗം, നമ്മൾ ഈ ഒരു കാൽ ഇത്ര എടുക്കുക. അപ്പോൾ അതായത് നമ്മുടെ വിരലിൻ്റെ താഴെയായിട്ട് ഈ ക്ലച്ചിൽ അമർത്തി ന്യൂട്രാണോ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഗിയർ. ഈ ഗിയർ നമുക്ക് ന്യൂട്രാണെന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെയാണ്. നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ ആക്കി നോക്കരുത്. ഇങ്ങനെ അപ്പോൾ എവിടെ ചെന്നാലും എന്താണ്, ഗിയറിലാണെങ്കിലും ഇങ്ങനെ ആയിരിക്കും, ന്യൂട്രലാണെങ്കിലും ഇങ്ങനെ ആയിരിക്കും. കണ്ടോ? അപ്പോൾ നമ്മൾ ന്യൂട്രാണോ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മേപ്പോട്ട് കൊണ്ടുപോയി, അതുപോലെ തന്നെ ഇങ്ങേ അറ്റത്ത് കൊണ്ടുവന്ന് അങ്ങേ അറ്റത്ത് കൊണ്ടുപോയി, അങ്ങോട്ടും അറ്റത്ത് കൊണ്ടുപോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, സെൻറ്ററായിട്ട് നമുക്ക് കിട്ടും. ഈ സെൻറ്റർ വന്നതിന് ശേഷം എന്ത് ചെയ്തു, അത് ന്യൂട്രാണെന്ന് മനസ്സിലാക്കാം. ഈ ന്യൂട്രായതിനു ശേഷം എന്ത് ചെയ്തു, ക്ലച്ചേന്ന് കാലിതാ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാം, അല്ലെ മേളി വെക്കാം. നമുക്കിപ്പോൾ പോകേണ്ട വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് പോകേണ്ട വണ്ടി ആയതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്ക് മേളിൽ തന്നെ വെക്കാം. ചവിട്ടരുന്ന് മാത്രമേ നമുക്ക് മേളിൽ തന്നെ വെക്കാം. അതിനുശേഷം എന്ത് ചെയ്തു, വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഇത്രയേ ഉള്ളൂ വണ്ടി സ്റ്റാർട്ടാക്കുന്ന, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ വണ്ടി സ്റ്റാർട്ടാക്കുന്നത്. ഏതൊരു മാനുവൽ വണ്ടി, ഇന്ത്യയിൽ ഇറങ്ങിയേക്കുന്ന ഏതൊരു മാനുവൽ വണ്ടി സ്റ്റാർട്ടാക്കുന്ന ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടാക്കാൻ പഠിച്ചു, ഇത്രയും കണ്ട് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഇത്രയും ഇരുന്നതിന് ശേഷം ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇരിപ്പിനനുസരിച്ച് നമ്മുടെ സീറ്റ് കറക്റ്റായി, ഈ ഇരിപ്പിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ മിററുകൾ, നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മിററുകൾ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ മിററുകൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഈ ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ ഡോർ തുറന്ന് നടക്കുന്നുണ്ട് എന്ത് ചെയ്തില്ല, ക്ലിയർ ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മിററുകൾ ക്ലിയർ ആക്കുന്നത് ഈ ഡോർ അടച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ മിറർ ഇപ്പോൾ ഇതിൻ്റെ ഈ ഡോറിൻ്റെ സൈഡിലായിട്ട് കാണാം മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇത് കണ്ട, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് വണ്ടി നമുക്ക് ഇത് കണ്ട, ഇപ്പോൾ ഈ 6L നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെൻറ്ററിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലെ മിറർ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യും ഈ 6 ഇങ്ങോട്ടാക്കി. അതിനുശേഷം എന്ത് ചെയ്തു, ഇത് ഈ ഒരു ഇത് കണ്ടില്ലേ, ഇത് 4 സൈഡിൽ എന്ത് ചെയ്തു, 4 കുത്തുണ്ട്. അത് നമുക്ക് താപ്പോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടാക്കാം. അതുപോലെ തന്നെ മേപ്പോട്ട് നമുക്ക് ആ മിറർ വേണമെന്നുണ്ടെങ്കിൽ മേപ്പോട്ടാക്കാം. നമുക്ക് അകത്തോട്ടാണ് വേണ്ടതെങ്കിൽ ഇങ്ങോട്ടാക്കാം. അതുപോലെ പുറത്തോട്ടാണെങ്കിൽ ഇങ്ങനെ ആക്കാം. അത് ഞാനത് കാണിച്ചു തരാം, അകത്ത് ഡോർ അടച്ച് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിപ്പോൾ വണ്ടിക്കകത്ത് കയറി നമ്മൾ ഇനി മിററുകൾ ക്ലിയർ ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആ മിറർ ഞാൻ അത് കാണിച്ചു തന്നതാണ്. ഇവിടെയായിട്ടാണ് ഇതിൻ്റെ മിററിൻ്റെ ഇത്. അപ്പം ഇത് കണ്ട, അപ്പം ഞാൻ ആദ്യം റൈറ്റിലെ മിററാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ സാധനം റൈറ്റിലോട്ടാക്കി ഇട്ടു. അതിനുശേഷം എന്ത് ചെയ്തു, നേരെ നമുക്ക് ഇതിലാണ് നമുക്ക് മാറ്റേണ്ടത്. ഇത് ആദ്യം അങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഇത് മാറ്റാവൂ. അപ്പം ഞാൻ മിറർ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്കിപ്പോൾ സ്വല്പം അകത്തോട്ടാണ് വേണ്ടത്. ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു, എനിക്കത് കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ അകത്തോട്ടാണ് വേണ്ടത്. അകത്തോട്ട് വേണ്ട എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ഒരു ഭാഗത്ത് ഞെക്കി, ഈ ഒരു ഭാഗത്ത് പിടിച്ചുകൊണ്ട് ഞാനത് കാണിക്കാൻ പോവാണ്. ഇത് കണ്ടോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ അകത്തോട്ട് വന്നു. അപ്പോൾ നമുക്ക് സ്വല്പം താഴാനുണ്ട്. കണ്ടോ, മിറർ കിളന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, താഴാനുള്ളിടത്ത് എന്ത് ചെയ്തു, നമ്മൾ ഇതുകൊണ്ട് ഈ താഴെ പ്രസ് ചെയ്തുകൊണ്ട് താഴോട്ടാക്കിയപ്പോൾ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് താന്ന് വന്നു. അപ്പം നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ എന്ത് ചെയ്തു, നമുക്ക് ആ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ നമുക്ക് ഈ കറക്റ്റായിട്ട് ആ മിറർ വന്നു. ഇപ്പം ഈ ഒരു പൊസിഷൻ, അതായത് ഈ ഒരു കാൽ ഭാഗം എന്ത് ചെയ്തു, ബോഡി ടച്ച് കിട്ടി, മുക്കാൽ ഭാഗം
വെളിയിലും കിട്ടി. അപ്പൊ നമുക്ക് ആ കറക്റ്റ് പുറകിലുള്ള വ്യൂ കറക്റ്റ് ആയിട്ട് ഈ ഒരു രീതി വേണം എന്ത് ചെയ്യാം, നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കും ഈ ലെഫ്റ്റ് സൈഡിലെ കറക്റ്റ് ആയിട്ട് വെക്കേണ്ട എങ്ങനെയാ, ഇപ്പൊ എന്റെ ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കേണ്ടത് എനിക്ക് കറക്റ്റ് ആയിട്ട് വെക്കേണ്ടത് ഇപ്പൊ സ്വല്പം ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ചെയ്തു, ഞാൻ ആ മിറർ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കിയതിന് ശേഷം എന്ത് ചെയ്തു, ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്താണ്. ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് വെച്ചു. കാൽ ഭാഗം എന്ത് ചെയ്തു, ഈ എന്റെ വിരലിരിക്കുന്ന ഭാഗം കൊണ്ട് വണ്ടി ബോഡി മറഞ്ഞു, ബാക്കി മുക്കാൽ ഭാഗം എന്ത് ചെയ്തു, പുറത്ത് കിട്ടി. അപ്പൊ എനിക്ക് ആ വ്യൂവും കറക്റ്റ് ആയിട്ട് നമുക്ക് ബോഡിയെ ടച്ച് ചെയ്ത് വേണം വെക്കാൻ. അതേ സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്തത്, കൂടുതലായിട്ട് ഇങ്ങനെ വെച്ച് ചെയ്യരുത്. കാരണം നമ്മൾ ആ ഇരിപ്പിനനുസരിച്ച് സ്വല്പം മാത്രമേ വെച്ചുള്ള എന്ത് ചെയ്യും, നമുക്ക് ഒരു വണ്ടി നമ്മളോട് ചേർന്ന് നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെ ഈ ഒരു രീതിയിലും കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ നോക്കരുത്. കാരണം നമുക്ക് അടുത്ത് വരുന്ന വണ്ടിയെ അടുത്തായിട്ട് മുട്ടി വരുന്ന ഒരു വണ്ടി നമുക്ക് അറിയാതെ വരും. അപ്പം നമുക്ക് വ്യൂ വെക്കേണ്ടത് ഇങ്ങനെയാണ്, കാൽ ഭാഗം വണ്ടിയുടെ ബോഡി വെച്ചു, അതുപോലെ തന്നെ മുക്കാൽ ഭാഗം പുറത്ത് വിട്ടു. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അടുത്ത് ചേർന്ന് ഒരു വണ്ടിയുമായിട്ട് നമുക്ക് മുട്ടാതെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ വ്യൂ കറക്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു രീതി നമ്മൾ ആദ്യം എന്ത് ചെയ്തു, മിററുകൾ ക്ലിയർ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് വണ്ടിക്കകത്ത്. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടു, മിററുകൾ ക്ലിയർ ചെയ്തിട്ടു, ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. നമ്മൾ കയറിയ സമയത്ത് എവിടെയാണ് നമ്മുടെ റൈറ്റ് കാലിരിക്കുന്നത്, ബ്രേക്കിലാണ്. നമ്മുടെ ബ്രേക്ക് നമ്മൾ ഇതുവരെ മാറ്റിയോ? ഇല്ല, നമ്മളെ കയറിയപ്പം വെച്ചതാണ്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്കിൽ കാല് മാറ്റിയിട്ട് ഒന്നും ചെയ്യാൻ പോകരുത്. നമ്മൾ മെയിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് അതിനകത്ത് കൊണ്ട് കൈയിടുവോ? ഇല്ല. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് ബ്രേക്കാണ്. അപ്പൊ ആ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുക. ഇപ്പൊ ഇതുവരെ നമ്മളെ കയറി ഇരുന്ന സമയം മുതൽ നമ്മളെ ബ്രേക്ക് കാല് വെച്ചിട്ടാണ്. അല്ലാതെ നമ്മൾ മിറർ റെഡിയാക്കാൻ പോയപ്പോഴോ, അല്ലാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോഴോ, സീറ്റ് റെഡിയാക്കാൻ പോയപ്പോഴോ ഇന്ന് കാല് താത്ത് വെച്ച് നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്തില്ല. ഇപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ചിലർ എന്ത് ചെയ്യുന്നത്, വണ്ടി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ്, അതായത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്തു, ഈ ഒരു വെപ്രാളം കാരണം ഇവർ ഇങ്ങനെയൊക്കെ വെച്ചതിന് ശേഷം ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ അവർക്ക് എത്താതെ വരും. ഓടിക്കാൻ നേരം വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നും. എന്തുകൊണ്ടാണ് അവർക്ക് പറ്റാത്തത്? ചിലപ്പോൾ ഇന്നെടുക്കും, ചിലപ്പോൾ നാളെ എടുക്കുമ്പോൾ വേറൊരു രീതി വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ വരുന്ന കാരണങ്ങൾ ഇതാണ്. നമ്മൾ ബ്രേക്ക് കാല് വെച്ച് എല്ലാം ഓർമ്മ വരും. നമ്മൾ അതുകൊണ്ട് ബ്രേക്ക് കാല് വെക്കുക. ബ്രേക്ക് കാല് വെച്ചതിന് ശേഷം എല്ലാം ചെയ്യാവൂ. ഇപ്പൊ നമ്മുടെ വണ്ടി ബ്രേക്ക് കാല് വെച്ച് വണ്ടി നമ്മളെ ന്യൂട്രലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു, മിററുകളെല്ലാം ക്ലിയർ ചെയ്തു, നമുക്ക് അനുകൂലമായിട്ടെല്ലാം മിററുകൾ ക്ലിയർ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, നമുക്ക് ഇനിയിപ്പം ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടി നമ്മൾ ഫസ്റ്റ് ഇടാൻ പോവാണ്. അപ്പൊ ക്ലച്ച് നമ്മൾ ഫുള്ളായിട്ട് ചവിട്ടുന്ന എങ്ങനെയാണ്, താത്ത് കൊടുക്കുക. ക്ലച്ച് മൊത്തം ചവിട്ടി താത്ത് കൊടുക്കുക. ചവിട്ടി താത്തതിന് ശേഷം എന്ത് ചെയ്തു, ഇതാണ് ഗിയർ. നമ്മൾ ഇനി ഗിയർ ഇടാൻ പോവാണ്. അപ്പൊ ക്ലച്ച് ചവിട്ടിയിട്ട് എന്ത് ചെയ്യാവൂ, ഗിയറെ തൊടാവൂ. ഈ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം ഗിയറിൽ തൊടാവും. അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മൾ ഗിയറിൽ തൊടരുത്. അല്ലാതെ നമ്മൾ പോകുന്ന നമുക്ക് സൗണ്ട് കേൾക്കുന്ന ഗിയർ വീഴാതൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ക്ലച്ച് ഫുള്ള് ചവിട്ടിയതിന് ശേഷം മാത്രമേ ഗിയർ തൊടാവൂ. അപ്പൊ നിങ്ങളുടെ വണ്ടി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓരോ ആരോ കിടക്കുന്നതാണ്. ഒരു സൈഡിൽ ആദ്യം കിടക്കുന്ന 1, അതിന് നേരെ താപ്പാട്ട് 2, അതിന്റെ ഇപ്പുറത്തോട്ട് മാറിയിട്ട് മേലോട്ട് 3, നേരെ താഴെ 4, അതേപോലെ ഇങ്ങനെ അറ്റത്ത് ഒരു 5, അതുപോലെ താഴെ 6. അപ്പം നമുക്ക് നിങ്ങളുടെ വണ്ടിയെ നോക്കി അറിയാൻ പറ്റും. അപ്പം നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ നിർത്തി കിടക്കുന്ന വണ്ടി, നമ്മൾ ഫസ്റ്റിൽ എടുക്കേണ്ട വണ്ടി ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി എടുക്കണം. അപ്പൊ നമ്മൾ ഫുള്ള് ക്ലച്ച് ചവിട്ടി. അപ്പൊ ഫസ്റ്റ് ഗിയർ കിടക്കുന്ന എങ്ങനെ, ഇങ്ങനെ ക്രോസ് ആണോ? അല്ല, നമുക്ക് ഇതുപോലൊരു വര കാണാം. അപ്പൊ ഈ ന്യൂട്രൽ കിടക്കുന്ന, നമ്മൾ ഏത് ഗിയറിൽ കിടക്കുന്ന വണ്ടി ആണെങ്കിലും എന്ത് ചെയ്യും, നമ്മളെ നേരെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സെന്ററിൽ തന്നെ വരും. നമ്മൾ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ സെന്ററിൽ ന്യൂട്രാക്കി കഴിഞ്ഞാൽ സെന്ററിൽ വരും. ഇപ്പൊ സെക്കൻഡിലാണെങ്കിലും ന്യൂട്രാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെന്ററിൽ വന്നു. തേർഡിലാണെങ്കിലും നമ്മൾ ന്യൂട്രാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, സെന്ററിൽ വന്നു. അതുപോലെ 5ാമത്തെ ഗിയറിലാണെങ്കിലും നമ്മൾ ന്യൂട്രാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമുക്ക് 5 സെന്ററിൽ വന്നു. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ഗിയർ ഇടേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഗ്യാപ്പ് ഉണ്ടാകും. അതേപോലെ തന്നെ ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി അങ്ങേ അറ്റത്തോട്ട് കൊണ്ടുപോയി, എന്നിട്ട് എന്ത് ചെയ്തു, അങ്ങേ അറ്റത്തോട്ട് താഴോട്ട് ഇട്ടു. ഇങ്ങനെ വേണം ഫസ്റ്റ് ഗിയർ ഇടാൻ. അപ്പൊ ഈ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ഇപ്പോഴും എവിടെയൊക്കെയാണ് കാലിരിക്കണത്, നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് പിന്നെ ഒരു കാരണവശാലും ക്ലച്ചിൽ പിന്നെ കാല് മാറ്റാൻ പാടില്ല. കാരണം നമ്മുടെ വണ്ടി ഏതില്ല, ഗിയറിലാണ് കിടക്കുന്നത്. നമ്മൾ ഇതുവരെ നമ്മൾ ക്ലച്ചിൽ നിന്നുള്ള കാല് മാറ്റിയിട്ടാണ് നമ്മളെല്ലാം ചെയ്തത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം എന്ത് ചെയ്തു, ക്ലച്ചിൽ തന്നെ കാലിരിക്കുന്നു. ഇനി ഒരു കാരണവശാലും എന്ത് ചെയ്തത്, നമ്മൾ ഇനി വണ്ടി പോകുന്ന സമയം വരെ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇനി പോകാൻ റെഡിയായി, ഇങ്ങനെ ഗിയർ വിട്ടു. ഇനി ഇപ്പൊ നമ്മൾ എന്താ വിടാനുള്ളത് നമ്മൾ ഓർക്കുക. അപ്പൊ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഈ ഹാൻഡ് ബ്രേക്ക് കൂടെ മാറ്റിയാൽ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് വണ്ടി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 4 സൈഡിന് പിടിച്ച്, അതായത് ബ്രേക്ക് പോലും പിടിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് ഹാൻഡ് ബ്രേക്ക്. അപ്പൊ ഈ ഹാൻഡ് ബ്രേക്ക് ഇതാണ്. ഹാൻഡ് ബ്രേക്ക് വിടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരെ മേപ്പോട്ട് പൊക്കുക, ഇവിടെ പ്രസ് ചെയ്യുക. ഈ പ്രസ് ചെയ്തതിന് ശേഷം താഴോട്ട് വിടുക.
അല്ല നമ്മൾ ഇപ്പം ഇങ്ങനെ പ്രസ് ചെയ്തു, ഈ മേലോട്ട് പൊക്കി പ്രസ് ചെയ്തു, ഈ ഇടയ്ക്കുന്ന് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഇടയ്ക്ക് ലോക്കായി പോകും, താഴെ ചെല്ലത്തില്ല. അപ്പം താഴെ ചെന്ന് മുട്ടുന്നത് വരെ എന്ത് ചെയ്യുന്നു? ഈ പ്രസ് ചെയ്ത് തന്നെ പിടിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇടുന്നത് ഒരിക്കലും പ്രസ് ഇങ്ങനെ ചെയ്യണ്ട, നേരെ ഇവിടെ പിടിച്ചുകൊണ്ട് നേരെ ഇട്ടാൽ മതി, ഹാൻഡ് ബ്രേക്ക് വീഴും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഗിയർ ഇട്ടു, ഹാൻഡ് ബ്രേക്ക് എല്ലാം മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മിററുകൾ നമ്മളത് നോക്കണം. നമ്മളിപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മിറർ അത് നമുക്ക് അനുകൂലമാണ്, കറക്റ്റ് ആണോ, നമ്മൾ ആ ഇരിക്കുന്നിടത്തുനിന്ന് കറക്റ്റ് ആണോ നോക്കുക. നമുക്ക് കറക്റ്റ് ആണ്. അപ്പോൾ ആ വെച്ചിരിക്കുന്ന മിററുകൾ കറക്റ്റ് ആയ മിറർ എന്ത് ചെയ്തു? നമ്മൾ ഇനി ബ്രേക്കിൽ കാല് മാറ്റി നമ്മൾ സെറ്റ് റെഡിയായി. ഇനി നമ്മൾ ഈ മിററിൽ നോക്കി, നമ്മൾ വണ്ടി ഉണ്ടോ പുറയിലോട്ട് നോക്കി. നമ്മൾ കിടക്കുന്ന ഒരു വണ്ടി, നമ്മളിപ്പോൾ ഇങ്ങനെ കിടക്കുന്ന നമ്മുടെ സ്റ്റിയറിംഗ് ചിലപ്പം വളഞ്ഞ് റൈറ്റിലോട്ടായിരിക്കും. അപ്പം നമ്മൾ റോഡിന്റെ ഒരു സൈഡിലായിരിക്കും കിടക്കണത്. ഈ കിടക്കുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് നമ്മൾ മിററിൽ നോക്കാതെ എന്ത് ചെയ്യും? ബ്രേക്കിൽ നിന്ന് കാലം വരെ ക്ലച്ചിൽ കാലെടുത്ത് എന്ത് ചെയ്യും? ഈ റൈറ്റിലോട്ട് പോകും. അപ്പം നമ്മൾ ചേർന്ന് കിടക്കുന്ന ഒരു വണ്ടിയെ ചേർന്ന് എന്ത് ചെയ്യത്തുള്ളൂ? റോഡിൽ കൂടെ വണ്ടി വരത്തുള്ളൂ. അപ്പം പെട്ടെന്ന് ആ വണ്ടിയോട് ചെന്ന് തട്ടാനുള്ളതും നമുക്കത് കാണുമ്പോൾ ഒരു പേടിയും ഭയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈ മിററിൽ നോക്കുക. മിററിൽ നോക്കി വണ്ടി ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്തു? ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി. ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി എന്ത് ചെയ്യണം? ക്ലച്ചിൽ നിന്ന് മെല്ലെ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ മെല്ലെ എടുത്ത് എന്ത് ചെയ്യും? നേരെ മുമ്പോട്ട് വണ്ടി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് മെല്ലെ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ക്ലച്ചിൽ നിന്ന് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു രീതിയിൽ പേപ്പർ കനത്തിന് വേണം എടുക്കാൻ. എന്ത് ചെയ്യാൻ? ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ. അല്ല നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? പെട്ടെന്ന് എടുത്ത് വിടരുത്. ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് വിടരുത്. ഈ പെട്ടെന്ന് എടുത്ത് വിടുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വണ്ടി ഓഫായി പോകുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്തൊന്നും വണ്ടിക്ക് അനക്കമില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ടാണ് ബ്രേക്ക്, വണ്ടി ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടൊന്നും വണ്ടി നീങ്ങുന്നില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ എടുത്തൊരു 40% ഒക്കെ ആയി കഴിയുമ്പോൾ ഒരു അനക്കം എന്ന് എന്ത് ചെയ്യും? വണ്ടി നീങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും എടുത്ത് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് പോകരുത്. ആ നീങ്ങാൻ തുടങ്ങുന്ന സമയം തൊട്ട് വേണം എന്ത് ചെയ്യാൻ? പേപ്പർ കാലത്തിന് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് മാറ്റാൻ. ഇങ്ങനെ ആ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലെടുക്കാൻ. ആ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നത് നേരെ ടോപ്പി വരെ അതേ രീതിയിൽ തന്നെ വരണം. അല്ലാതെ ഇങ്ങനെ അനങ്ങി ഒരനക്കം കിട്ടി സ്വല്പം ഒന്ന് ഉരുളാനും തുടങ്ങി കഴിഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകരുത്. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പം വണ്ടി കയറ്റം അനുസരിച്ചോ അല്ലെങ്കിൽ വണ്ടിക്ക് മൂവ് ആകാനുള്ള ഇതില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വണ്ടി ഇടിച്ച് ഓഫ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ പേപ്പർ കനത്തിന് തന്നെ കൊണ്ടുവരിക. അപ്പം എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് കാണാം നിങ്ങൾക്ക്. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അപ്പൊ ഇങ്ങനെ വന്ന വണ്ടി, നമ്മൾ ആ എടുത്ത വണ്ടി എങ്ങനെയാണ് നിർത്തുന്നത് ചോദിച്ചാൽ, ഒന്നാമത്തെ ഗിയറിലും രണ്ടാമത്തെ ഗിയറിലും നമ്മൾ വണ്ടി നിർത്തേണ്ടത് ആദ്യം ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? ബ്രേക്ക് കാല് വെക്കാവൂ. അല്ല ഒരു കാരണവശാലും ഇങ്ങനെ എടുത്തു, നമുക്ക് നിർത്തേണ്ടത് ബ്രേക്ക് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ബ്രേക്ക് കൊണ്ടുവന്ന് പെട്ടെന്ന് കാല് വെച്ചിട്ട് നിർത്താൻ നോക്കരുത്. അതുകൊണ്ടാണ് വണ്ടി ഇടിച്ച് നിൽക്കുന്നത്, ഓഫായി പോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഫസ്റ്റിൽ എടുക്കുന്ന വണ്ടി നമ്മൾ ഒന്നാമത്തെ ഗിയറിലും രണ്ടാമത്തെ ഗിയറിലും, കാരണം അത് നടക്കുന്ന സ്പീഡേ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഒരു സപ്പോർട്ടിന് വേണ്ടി ക്ലച്ച് ചവിട്ടി കൊടുക്കുന്നത്. അവിടെ മൂന്നാമത്തെ ഗിയർ മുതൽ ഇങ്ങനെയാണോ എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല. ഞാൻ അതിനുവേണ്ടി പ്രത്യേകം വീഡിയോ ചെയ്യാം, കാരണം ഇതിന് ഇച്ചിരി ലെങ്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആക്കി നിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചത്. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ വന്ന് അറിയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇത്രയും നേരം എന്നോട് ക്ഷമയോടെ കേട്ട് ഇത് മൊത്തം കേട്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ വണ്ടി എടുക്കാൻ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും